ഹലോ നമസ്കാരം. എല്ലാവർക്കും തോട്ട്സ് ആൻഡ് ആൽഫബറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദ ഏജ് ഓഫ് റവല്യൂഷൻസ് 1830 to 1848 എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ഫ്രാൻസിൽ നടന്ന 1830 ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത മറ്റൊരു റവല്യൂഷൻ, അതിനുശേഷം നമ്മുടെ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിൽ ട്രീറ്റി ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ 1832 ട്രീറ്റി ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ സൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് റൊമാൻറ്റിക് ഇമാജിനേഷൻ. ഈ റൊമാൻറ്റിക് പോയിറ്റ്സ് ഒരു സയൻസിനെയും റീസണിനെയും എതിർത്തിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഹ്യൂമൻസ് ഫീലിങ്സിനെയും അതുപോലെ തന്നെ എന്താ പറയുക ഫോക്ക് ടെയിൽസ്, ഫോക്ലോർ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൂടെ നാഷണലിസം സ്പ്രെഡ് ചെയ്യാനാണ് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സ് ശ്രമിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുണ്ടായി. പിന്നീട് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് റഷ്യയുടെ ഇൻവേഷൻ, പോളണ്ടിൽ റഷ്യ വന്നതിന് ശേഷം, അവരുടെ ഒക്യുപ്പേഷൻ വന്നതിന് ശേഷം പോളിഷ് ഭാഷ കംപ്ലീറ്റ് അവർ നീക്കം ചെയ്യുകയും റഷ്യൻ ലാംഗ്വേജ് അവിടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ അവിടുത്തെ പുരോഹിതന്മാരൊക്കെ പ്രതികരിക്കുകയും അവരെയൊക്കെ ജയിലിലും കുറേ പേരെ സൈബീരിയയിലൊക്കെ നാട് കടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേ ടോപ്പിക്കിൽ വരുന്ന മറ്റൊരു അടുത്തൊരു ഭാഗമാണ് ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന് പറയുന്ന ഭാഗം. ഇപ്പോൾ ഇവിടെ യൂറോപ്പിലെ 19-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിട്ട സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട്. ഓക്കെ, ഇൻ 1830s were years of great economic hardship in Europe. അപ്പം ഹങ്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വിശപ്പാണ്. അപ്പോൾ ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പോപ്പുലർ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനകീയമായിട്ടുള്ള വിപ്ലവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ അവിടെ ഉണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓൾ ഓവർ യൂറോപ്പ്. യൂറോപ്പിലെ ജനസംഖ്യ വളരെ വലിയ തോതിൽ എക്സ്പ്ലോഡ് ചെയ്യുകയാണ്, പെട്ടെന്ന് അങ്ങോട്ട് കുതിച്ച് ചാടുകയാണ് അവിടുത്തെ ജനസംഖ്യ. ഇപ്പോൾ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതേ സെയിം ഇഷ്യൂ ഇവിടെ യൂറോപ്പിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. The first half of the 19th century saw an enormous increase in population all over Europe. ഇപ്പോൾ ഫ്രാൻസിലോ നെതർലാൻഡ്സിലോ അങ്ങനെയുള്ള മെയിനായിട്ടുള്ള രാജ്യങ്ങളിലല്ല, യൂറോപ്പിലെ മിക്കവാറും എല്ലാ ഭാഗത്തും ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. ജനസംഖ്യ പെട്ടെന്ന് അങ്ങോട്ട് കൂടി. അപ്പോൾ ഇതൊരു മെയിനായിട്ടുള്ള പ്രോബ്ലമാണ് പോപ്പുലേഷൻ ഇൻക്രീസ് എന്നുള്ളത്. ഇൻ മോസ്റ്റ് കൺട്രീസ് ദർ വെർ മോർ ജോബ് സീക്കേഴ്സ് ഓഫ് ജോബ് ദാൻ എംപ്ലോയ്മെൻറ്റ്. അപ്പം അവിടെ എല്ലാവരും ജോലി തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ ജോലി ഉള്ളതിനേക്കാൾ കൂടുതൽ ജോലി തിരയുന്നവരുടെ എണ്ണമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെ ഓട്ടോമാറ്റിക്കലി വരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജനസംഖ്യ അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, സോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ഫോളോഡ് ബൈ അൺഎംപ്ലോയ്മെൻറ്റ് എന്നവിടെ ഓർത്തിരിക്കാം. പോപ്പുലേഷൻ ഫ്രം റൂറൽ ഏരിയാസ് മൈഗ്രേറ്റഡ് ടു ദ സിറ്റീസ് ടു ലിവ് ഇൻ ഓവർ ക്രൗഡഡ് സ്ലംസ്. അപ്പോൾ ജോലി അവിടെ ഇല്ല ഓൾറെഡി. ജനങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ജോലി തിരഞ്ഞുകൊണ്ട് നഗരങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, മൈഗ്രേഷൻ. ഓക്കെ, പക്ഷെ അവർ നഗരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവർക്ക് നല്ലൊരു ജീവിത സൗകര്യങ്ങളൊന്നും അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ബോംബെയിൽ ധാരാവി എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ബോംബെയിലെ വലിയ വലിയ ഫാക്ടറികളൊക്കെ ജോലി ചെയ്യാൻ വന്നുള്ള മനുഷ്യർ, പല സ്റ്റേറ്റുകളിൽ നിന്നും വന്നുള്ള മനുഷ്യർ വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചേരികൾ. അപ്പം അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ധാരാവി എന്ന് പറയുന്ന ബോംബെയിലെ ചേരി. അപ്പോൾ അതേപോലെയുള്ള ചേരികളിലൊക്കെ അത്രയും അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലിവിങ് കണ്ടീഷൻസൊക്കെയാണ് അവിടെ ഉണ്ടാവുക. രോഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസുള്ള ഒരു സ്ഥലങ്ങളാണ് ഈ ചേരികൾ. അപ്പോൾ ജനങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ നഗരങ്ങളിൽ കിട്ടുന്നില്ല. അപ്പോൾ അവർ എല്ലാം പോയിട്ട് ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ലംസിലാണ്, ചേരികളിലാണ്. Small producers in towns were often faced with a stiff competition from imports of cheap machine-made goods from England. പിന്നെ നഗരങ്ങളിലെ
ഈ ചെറുകിട വ്യവസായികളൊക്കെ നേരിട്ടൊരു പ്രശ്നമായിരുന്നു. അവരുടെ പ്രൊഡ്യൂസിന് അല്ലെങ്കിൽ പ്രൊഡക്ട്സിന് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കൂടുതലായിരുന്നു. അപ്പം കാരണം ഇവരുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വീടുകളിൽ, അതുപോലെ തന്നെ ഈ കുടിൽ വ്യവസായങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതും, അതുകൊണ്ട് തന്നെ ഒരുപാട് ലേബർ ആവശ്യമാണ്. അതായത് നമ്മൾ മാനുവലി ചെയ്യുന്ന ജോലികളാണ്, കൈകൊണ്ട് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് മെഷീൻ മെയ്ഡ് ഗുഡ്സാണ്. അത് മനുഷ്യന്മാർ കൈകൊണ്ടുണ്ടാക്കുന്നതല്ല, വളരെ വലിയ രീതിയിൽ വലിയ തോതിൽ മെഷീനുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രൊഡക്ട്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് അവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിലയും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഈ പ്രൊഡക്ട്സ് നമ്മുടെ സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് വളരെ തലവേദനയായിട്ട് മാറുകയാണ് നമ്മുടെ യൂറോപ്പിൽ. സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ ടൗൺസ് were often faced with a stiff competition from imports of cheap machine-made goods from England, where industrialization was more advanced than on the continent. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യാവസായിക വിപ്ലവം. അപ്പോൾ ഏറ്റവും ആദ്യം വ്യാവസായിക വിപ്ലവം നടന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ഏരിയയിലും ഇംഗ്ലണ്ടിൽ ഇതുപോലെ ഫാക്ടറികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഈ ചരക്കുകൾ അവർ പുറം രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുകയും നല്ല ഒരു ലാഭം അവരുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഇൻഡസ്ട്രിയലൈസേഷൻ നടന്ന രാജ്യം ഇംഗ്ലണ്ടാണെന്നത് അവിടെ ഓർത്തിരിക്കുക. ദിസ് വാസ് എസ്പെഷ്യലി സോ ഇൻ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ വിച്ച് വാസ് ക്യാരിഡ് ഔട്ട് മെയിൻലി ഇൻ ഹോംസ് ഓർ സ്മോൾ വർക്ക്ഷോപ്സ്. അപ്പോൾ ഈ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കാണ്, വസ്ത്ര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കാരണം മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ആൾക്കാർ വസ്ത്രം നിർമ്മിക്കുന്നത് ഒന്നുകിൽ അവരുടെ വീടുകളിൽ ഇരുന്നിട്ടാണ്, അതല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളിലൊക്കെ ഇരുന്നിട്ടാണ്. അവിടെ ഈ മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ മെഷീനറിയൊക്കെ വളരെ കുറവായിരുന്നു. പാർട്ട്ലി മെക്കനൈസ്ഡ് ആണ്, കംപ്ലീറ്റ് ആയിട്ടൊന്നും മെഷീനുകൾ അവർ ഉപയോഗിക്കുന്നില്ല. കുറച്ച് ആൾക്കാർ കൈകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള മാനുവലി അവർ ഉണ്ടാക്കിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ചെറിയ തോതിലൊരു മെക്കാനൈസേഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിൽ അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ഈ ഗുഡ്സിൻ്റെ ആധിക്യം കൊണ്ട് ഇവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ അവിടെ നേരിടുകയാണ്. ഇൻ ദോസ് റീജിയൻസ് ഓഫ് യൂറോപ്പ് വേർ അരിസ്റ്റോക്രസി സ്റ്റിൽ എൻജോയ്ഡ് പവർ, പെസൻസ് സ്ട്രഗിൾഡ് അണ്ടർ ദ ബേർഡൻ ഓഫ് ഫ്യൂഡൽ ഡ്യൂസ് ആൻഡ് ഒബ്ലിഗേഷൻ. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ ഇതുപോലെ പ്രഭുക്കന്മാരും അവരൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ അരിസ്റ്റോക്രസി എന്ന് പറയുന്ന എലൈറ്റ്സ്, അതായത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന പ്രഭുക്കന്മാരും അതുപോലെ തന്നെ രാജാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അവരുടെ കയ്യിലാണ് അധികാരമുള്ളത്. അങ്ങനത്തെ ഏരിയകളിൽ അവിടുത്തെ പെസൻസിന് വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ ഫ്യൂഡൽ ഡ്യൂസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അപ്പോൾ അവർ ഈ പ്രഭുക്കന്മാർക്ക് കൊടുക്കേണ്ട കടങ്ങളും കടബാധ്യതകളൊക്കെയാണ് ഈ ഫ്യൂഡൽ ഡ്യൂസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഇതിനൊക്കെ പുറമെ ഇവർക്ക് പട്ടിണിയുണ്ട്, ജനസംഖ്യാ വർധനവുണ്ട്, ജോലിയില്ല. അതെല്ലാം പുറമെ ഈ പെസൻസിന് അവർ മാത്രം നേരിട്ട മറ്റൊരു പ്രശ്നങ്ങളായിരുന്നു ഈ ഫ്യൂഡൽ ഡ്യൂസ് ആൻഡ് ഒബ്ലിഗേഷൻസ് വേർ അരിസ്റ്റോക്രസി സ്റ്റിൽ എൻജോയ്ഡ് പവർ. അടുത്തൊരു പ്രോബ്ലമാണ് ഈ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കുന്നത്. ദ റൈസ് ഓഫ് ഫുഡ് പ്രൈസസ് ഓർ എ ഇയർ ഓഫ് ബാഡ് ഹാർവെസ്റ്റ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് പാപ്പറിസം ഇൻ ടൗൺസ് ആൻഡ് കൺട്രി. പിന്നെ അടുത്തൊരു മെയിനായിട്ടുള്ള പ്രശ്നമായിരുന്നു ഈ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാഡ് ഹാർവെസ്റ്റ് സീസൺ നമുക്കറിയാം, വിളവെടുക്കുന്ന ആ സമയമാണ് ഹാർവെസ്റ്റ് സീസൺ. അപ്പോൾ അങ്ങനൊരു വിളവെടുപ്പ് വളരെ മോശമായി കഴിഞ്ഞാൽ എന്തിലേക്ക് നയിക്കുന്നു? വൈഡ് സ്പ്രെഡ് പാപ്പറിസം. ജനങ്ങൾ പാപ്പരാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കയ്യിൽ കാശില്ലാത്ത സാധനങ്ങളും സേവനങ്ങളൊന്നും മേടിക്കാനോ ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയാണ് പാപ്പറിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ യൂറോപ്പിൽ ഓൾറെഡി എംപ്ലോയ്മെൻറ്റ് ഇല്ല. കൂടാതെ അവർക്ക് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഒരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, അവരുടെ ലിവിങ് കണ്ടീഷൻസ് മോശമാണ്. അതോടൊപ്പം തന്നെ അവർ നേരിട്ട മറ്റൊരു പ്രശ്നമായിരുന്നു ഈ ഫുഡ് പ്രൈസസ് കൂടുന്നതും അതോടൊപ്പം തന്നെ ബാഡ് ഹാർവെസ്റ്റ്. ഇതൊക്കെ എന്തിലേക്ക് നയിക്കുന്നു? വൈഡ് സ്പ്രെഡ് പോപ്പറിസത്തിലേക്ക് നയിക്കുന്നു. ഇതൊക്കെയാണ് യൂറോപ്പിൽ മെയിനായിട്ട് നടന്ന ഈ 19-ാം നൂറ്റാണ്ടിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓരോ പോയിൻ്റ് വൈസ് ആയിട്ട് അവിടെ ഓർത്തിരിക്കുക. The year 1848 was one such year. Food shortages and widespread unemployment brought the population of Paris out on the roads. അപ്പം 1848
ഫ്രാൻസിൽ ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയ ഒരു മെയിനായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ ഫുഡ് ഷോർട്ടേജ്, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്ത ഒരവസ്ഥയും അതോടൊപ്പം തന്നെ ജനങ്ങൾ തൊഴിലില്ലാത്ത അവസ്ഥയും. ഇതൊക്കെ ജനങ്ങളെ എങ്ങോട്ട് എത്തിച്ചു? അവരുടെ വീടുകളിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി. അതിനർത്ഥം അവർ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബാരിക്കേഡ്സ് വെർ എറക്റ്റഡ് ആൻഡ് ലൂയിസ് ഫിലിപ്പ് വാസ് ഫോഴ്സ്ഡ് ടു ഫ്ലീ. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ രാജാവായിരുന്നു ലൂയിസ് ഫിലിപ്പ് എന്ന് പറയുന്നത്. അപ്പം ബാരിക്കേഡ്സ് നമുക്കറിയാം, എന്തെങ്കിലും സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ബാരിക്കേഡുകൾ ഉയർത്താറുണ്ട് ഈ സമരക്കാരെ തടയാനായിട്ട്. ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി ബാരിക്കേഡുകൾ അവിടെ തെരുവുകളിൽ ഉയർന്നു പൊന്തിയിട്ടുണ്ട്. പക്ഷേ അവസാനം അവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ടുണ്ടായിരുന്ന ലൂയിസ് ഫിലിപ്പിന് അവിടെ നിന്ന് ഓടേണ്ടി വന്നു. ഫ്ലീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ പലായനം ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ 1847 ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഈ ചിത്രം അവിടെ കാണാം, പെസൻസ് അപ്രൈസിങ് 1848 എന്നുള്ളത്. പിന്നെ ലൂയിസ് ഫിലിപ്പിൻ്റെ പലായനത്തിന് ശേഷം അവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. എ നാഷണൽ അസംബ്ലി പ്രൊക്ലൈംഡ് എ റിപ്പബ്ലിക്, ഗ്രാൻറ്റഡ് സഫ്രേജ് ടു ഓൾ അഡൾട്ട് മെയിൽ അബവ് 21. അപ്പോൾ അവിടെ നാഷണൽ അസംബ്ലി അത് അവരൊരു റിപ്പബ്ലിക്കായിട്ട് രാജാവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുത്ത വേറൊരു രാഷ്ട്രത്തലവനുള്ളൊരു രാജ്യത്തെ നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നാഷണൽ അസംബ്ലി ഫ്രാൻസിന് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുശേഷം അവർ എല്ലാ പുരുഷന്മാർക്കും, ആദ്യം പണമുള്ള പുരുഷന്മാർക്ക് മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ പണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനമല്ല, പുരുഷനായാൽ മാത്രം മതി, എല്ലാവർക്കും എന്തുണ്ട്, വോട്ടവകാശം കൊടുക്കുന്നുണ്ട്. അവിടെ സ്ത്രീകളെ അവർ അവോയ്ഡ് ചെയ്യുന്നത് നമുക്കവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. നാഷണൽ അസംബ്ലി പ്രൊക്ലൈംഡ് എ റിപ്പബ്ലിക്, ഗ്രാൻറ്റഡ് സഫ്രേജ് ടു ഓൾ അഡൾട്ട് മെയിൽസ് അബവ് 21 ആൻഡ് ഗ്യാരൻറ്റീഡ് റൈറ്റ് ടു വർക്ക്. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് അവർ റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കുന്നു. ഒന്ന് സഫ്രേജ് പറഞ്ഞ വോട്ടവകാശമാണ്, അവർക്ക് വോട്ടവകാശം കൊടുക്കുന്നു. 21 വയസ്സായ എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശം കിട്ടുന്നു. കൂടാതെ തൊഴിലെടുക്കാനുള്ള, ജോലി ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു. ഈ തൊഴിൽ അവർക്ക് നൽകുന്നതായിട്ട് അവർ വർക്ക്ഷോപ്പുകൾ, നാഷണൽ വർക്ക്ഷോപ്പ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് വെർ സെറ്റപ്പ്. രാജ്യത്തിൻ്റെ എന്താ പറയുക, ഒരു ഇനീഷ്യേറ്റീവായിട്ട് അവരെന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശങ്ങൾ കൊടുത്തു. പക്ഷേ അങ്ങനെ അവകാശം കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ തൊഴിൽ കൂടെ വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ കൊടുക്കാനായിട്ട് അവർ നാഷണൽ വർക്ക്ഷോപ്പുകൾ അവിടെ സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് 1845, ഇപ്പോൾ 48 കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1845 നടന്നൊരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഏർലിയർ ഇൻ 1845 വീവേഴ്സ് ഇൻ സിലേസിയ, നമുക്ക് വീവേഴ്സ് എന്ന് പറയാം നെയ്ത്തുകാർ, വീവേഴ്സ് ഇൻ സിലാസിയ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഈ നെയ്ത്തുകാർ ഒരു പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഇവിടെ തുടർന്ന് പറയുന്നത്. ഏർലിയർ ഇൻ 1845 വീവേഴ്സ് ഇൻ സിലേസിയ ഹാഡ് ലെഡ് എ റിവോൾട്ട് എഗെയിൻസ്റ്റ് കോൺട്രാക്ടേഴ്സ്. അപ്പം സിലേസിയയിലെ വീവേഴ്സ് ആർക്കെതിരെയാണ് റിവോൾട്ട് നടത്തിയിരുന്നത്? അത് കോൺട്രാക്ടേഴ്സിനെതിരെയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇവർ പെട്ടെന്ന് അവരുടെ പ്രൈസ് അങ്ങോട്ട് കുറയ്ക്കുകയാണ്. ഇവർ റോ മെറ്റീരിയൽസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഫൈനൽ ഗുഡ്സ് ഇവർ വില കൊടുത്ത് മേടിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റും മൈഗ്രേഷനും ഈ പ്രശ്നങ്ങളെല്ലാം അവർ നല്ലൊരു അവസരമായിട്ട് കാണുകയും ഇവരുടെ ഈ ഫൈനൽ ഗുഡ്സിന് ആദ്യം കൊടുത്തിരുന്ന വിലയിൽ നിന്ന് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അത് കുറയ്ക്കുകയും വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ മേടിക്കാനുള്ളൊരു നടപടി ഈ കോൺട്രാക്ടേഴ്സ് എടുക്കുന്നു. അപ്പോൾ അതിനെതിരെയാണ് സിലേസിയയിലെ വീവേഴ്സ് പ്രതികരിക്കുന്നത്. Earlier in 1845, weavers in Silesia had led a revolt against contractors who supplied them raw material and gave them orders for finished textiles but drastically reduced their payment. അപ്പോൾ ഇവർ റോ മെറ്റീരിയൽ സംഘടിപ്പിച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഈ വീവേഴ്സ് ഉണ്ടാക്കിയ വസ്ത്രം ഇവർ നല്ല വില കൊടുത്തിട്ട് അവർ തിരിച്ചു മേടിക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് തൊഴിലില്ല. അപ്പോൾ ഈ എത്ര കുറഞ്ഞ വേതനത്തിനും ജനങ്ങൾ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു, ആ തക്കം നോക്കിയിട്ട് ഇവർക്ക് കൊടുത്തിരുന്ന ഈ ഗുഡ്സിൻ്റെ പ്രൈസ് കുറയ്ക്കുകയാണ്. അവരുടെ പേയ്മെൻറ്റ് അവർ കുറയ്ക്കുന്നു. റെഡ്യൂസ്ഡ് ദെയർ പേയ്മെൻറ്റ്സ്. ദ ജേർണലിസ്റ്റ് വിൽഹം വോൾഫ് ഡിസ്ക്രൈബ്ഡ് ദ ഇവൻറ്റ് ഇൻ സിലേസിയൻ വില്ലേജ് ആസ് ഫോളോസ്. അപ്പോൾ ആ സംഭവത്തിന് നമ്മുടെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള വിൽഹം വോൾഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, താഴെ കൊടുത്തിരിക്കുന്ന ഇതുപോലെയാണ്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം.
ഇൻ ദീസ് വില്ലേജസ് കോട്ടൺ വീവിങ് ഈസ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഓക്യുപ്പേഷൻ. അവിടെ 18,000-ഓളം താമസക്കാർ ആ പ്രദേശത്തുണ്ട്, സിലേസിയയിലുണ്ട്. അവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ വീവിങ് ആണ്, നെയ്ത്ത് തന്നെയാണ് അവരുടെ മെയിൻ ജോലി, കോട്ടൺ വീവിങ്. ദ മിസറി ഓഫ് ദ വർക്കേഴ്സ് ഈസ് എക്സ്ട്രീം. അവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരകോടിയിലെത്തിയിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഉയർന്ന തലത്തിലായിരുന്നു നിൽക്കുന്നത്. ദ ഡെസ്പറേറ്റ് നീഡ് ഫോർ ജോബ്സ് ഹാസ് ബീൻ ടേക്കൺ അഡ്വാൻറ്റേജ് ബൈ ദ കോൺട്രാക്ടേഴ്സ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ദേ ഓർഡർ. അപ്പോൾ ഇവരുടെ ഈ സാഹചര്യം, ഇവരുടെ ഈ പരിതാപകരമായിട്ട് അവസ്ഥ കോൺട്രാക്ടേഴ്സ് മുതലെടുക്കുകയാണ്. അവർ കൊടുത്തിരുന്ന പേയ്മെൻറ്റ് അവർ റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഓൺ 4th June at 2 p.m. a large crowd of weavers emerged from their homes and marched in pairs up to the mansion of their contractor demanding higher wages. അപ്പം അങ്ങനെ ജൂൺ 4-ാം തീയതി ഏകദേശം 2 മണിയോട് കൂടി ഉച്ചയ്ക്ക് ശേഷം വലിയൊരു വിഭാഗം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവർ മാർച്ച് ചെയ്തുകൊണ്ട് അവരുടെ കോൺട്രാക്ടറുടെ മാൻഷനിലേക്ക്, ആ കൊട്ടാരം പോലുള്ള വീടിലേക്ക്, ആ വീട് ലക്ഷ്യമാക്കിയിട്ട് ഇവർ ജാഥയായിട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് വീവേഴ്സ്. ദേ വർ ട്രീറ്റഡ് വിത്ത് സ്കോൺ ആൻഡ് ത്രെഡ്സ് ആൾട്ടർനേറ്റീവ്ലി. അപ്പോൾ അവരെ പുച്ഛത്തോടെയും അതുപോലെ തന്നെ ഭീഷണികളോടൊക്കെയാണ് അവർ വരവേൽക്കുന്നത്, നമ്മുടെ കോൺട്രാക്ടറും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളൊക്കെ. So following this, a group of them forced their way into the house, smashed its elegant window panes, furniture, porcelain. ഒരു ഗ്രൂപ്പ്, ഈ വീവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഈ മാൻഷൻ്റെ വിൻഡോ പെയിൻ, ജനൽ ചില്ലുകളും അതുപോലെ തന്നെ ഫർണിച്ചറുകളും ചീനപ്പിഞ്ഞാണങ്ങളും ചൈനീസ് പാത്രങ്ങളും അതൊക്കെയാണ് എന്ത് ചെയ്യുന്നു, അവർ തകർക്കുകയാണ്. പിന്നെ മറ്റൊരു ഗ്രൂപ്പ് ചെയ്യുന്നത് എന്താണ്, അനദർ ഗ്രൂപ്പ് ബ്രോക്ക് ഇൻ ടു ദ സ്റ്റോർ ഹൗസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്റ്റോർ ഹൗസിലേക്കാണ് മറ്റൊരു വിഭാഗം കയറി ചെല്ലുന്നത്. അവരവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്, ആൻഡ് പ്ലണ്ടേർഡ്, അവർ കൊള്ളയടിച്ചു. പ്ലണ്ടർ പറഞ്ഞാൽ കൊള്ളയടിക്കുക. ആൻഡ് പ്ലണ്ടേർഡ് ഇറ്റ് ഓഫ് സപ്ലൈസ് ഓഫ് ക്ലോത്ത് വിച്ച് ദേ ടോർ ടു ഷ്രെഡ്സ്. അപ്പോൾ അവിടെ സൂക്ഷിച്ചിരുന്ന ഈ തുണികളും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ എന്താ പറയുക, കീറി കളയാണ് ചെയ്യുന്നത്. ദ ടോർ ടു ഷ്രെഡ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന തുണികളൊക്കെ അവർ കീറി കളയുന്നു. ദ കോൺട്രാക്ടർ ഫ്ലഡ് വിത്ത് ഹിസ് ഫാമിലി ടു നൈബറിംഗ് വില്ലേജ് വിച്ച് ഹവർ റെഫ്യൂസ് ടു ഷെൽട്ടർ സച്ച് എ പേഴ്സൺ. അപ്പം കോൺട്രാക്ടർ പ്രശ്നം വഷളാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂട്ടിക്കൊണ്ട് തൊട്ടടുത്ത വില്ലേജിലേക്ക് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഒരു ഷെൽട്ടർ കൊടുക്കാൻ, അഭയം കൊടുക്കാൻ ആ വില്ലേജേഴ്സ് തയ്യാറാവുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാം. ഇത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് അവർ അഭയം കൊടുക്കാനായിട്ട് അവിടെ തയ്യാറാവുന്നില്ല. പക്ഷേ ഇയാൾ അങ്ങനെ തോറ്റ് പിന്മാറുന്നൊരു വ്യക്തിയായിരുന്നില്ല. ഹി റിട്ടേൺഡ് 24 hours ലേറ്റർ ഹാവിങ് റിക്വസിഷൻ ദ ആർമി. ആ ആർമിയെ അഭ്യർത്ഥിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ് ഈ കോൺട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഇൻ ദ എക്സ്ചേഞ്ച് ദാറ്റ് ഫോളോവഡ് 11 വീവേഴ്സ് വെർ ഷോട്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ആ ഒരു ഏറ്റുമുട്ടലിൽ ഏകദേശം 11ഓളം വീവേഴ്സിന് വെടിയേൽക്കുന്നു. അപ്പം അങ്ങനെ അവരുന്ന് ഓടിച്ചു വിടുകയാണ് ഈ കോൺട്രാക്ടർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ സിലാസിയൻ വില്ലേജിൽ നടന്നത് വില്യം വോൾഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആർട്ടിക്കിളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. 1848 ദ റവല്യൂഷൻ ഓഫ് ദ ലിബറൽസ്. ഇപ്പോൾ ലിബറൽസ് നമുക്കറിയാം, ലിബർ എന്ന് പറഞ്ഞാൽ ഫ്രീ എന്നാണ് അർത്ഥം. ലിബറൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീഡം വേണം, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ലിബറൽസ്. ഇനി അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടുത്തെ ഈ പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. 1848 ദ റവല്യൂഷൻ ഓഫ് ദ ലിബറൽസ്. പാരലൽ ടു ദ റിവോൾട്ട്സ് ഓഫ് ദ പുവർ, അൺഎംപ്ലോയിഡ് ആൻഡ് സ്റ്റാർവിംഗ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ് ഇൻ ദ ഇയർ 1848 എ റവല്യൂഷൻ ലെഡ് ബൈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസസ് വാസ് അണ്ടർ വേ. അപ്പോൾ പാവപ്പെട്ടവരുടെയും പട്ടിണിക്കാരുടെയൊക്കെ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പാരലായിട്ട്, അതിന് സമാന്തരമായിട്ട് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ വേറൊരു റവല്യൂഷനും കൂടിയും ഈ സമയത്ത് അവിടെ നടക്കുകയാണ്. ഇവൻറ്റ്സ് ഓഫ് ദ ഫെബ്രുവരി 1848 in France had brought about the abdication of the monarch and a republic based on universal male suffrage has been proclaimed. അപ്പോൾ ഫ്രാൻസിൽ ഈ സമയത്ത് നടക്കുന്ന 1848 അവർ റവല്യൂഷൻ നടത്തി അവിടുത്തെ രാജാവിനെ പുറത്താക്കുന്നു, അബ്ഡിക്കേഷൻ ചെയ്യുന്നു, സ്ഥാനത്യാഗം ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം ഫ്രാൻസിൽ ഒരു യൂണിവേഴ്സൽ മെയിൽ സഫ്രേജ്, പുരുഷന്മാർക്ക് മാത്രം വോട്ടവകാശമുള്ള ഒരു റിപ്പബ്ലിക്ക്, ഒരു എന്താ പറയുക, പുതിയൊരു രാജ്യം അവർ അവിടെ
പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. In other parts of Europe where independent nation states did not yet exist, such as Germany, Italy, Poland, the Austro-Hungarian Empire, men and women of the liberal middle classes combined their demands for constitutionalism with national unification. ഇപ്പോൾ ഫ്രാൻസിലെ കാര്യം പറഞ്ഞു. അതിനുശേഷം ഈ ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ, അവിടെ നിന്ന് നാഷണൽ സ്റ്റേറ്റ് ആയിട്ടില്ല, ആവാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ഡിമാൻഡുകൾ, മെയിനായിട്ട് 2 ഡിമാൻഡുകളാണ് ഉള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽസ്, ഒരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യം, അതോടൊപ്പം തന്നെ നാഷണൽ യൂണിഫിക്കേഷൻ, അവിടെ രാജ്യത്തിനെ ഏകീകരിക്കണം എന്നുള്ള ആവശ്യം. ഈ 2 ആവശ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു, ഒന്നിച്ച് ചേർക്കുന്നു. They took advantage of the growing popular unrest to push their demands for the creation of a nation state. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഓൾറെഡി പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ അസ്വസ്ഥരാണ്. അവർ ചെറിയ അൺറസ്റ്റൊക്കെ, അതായത് ചെറിയ വിപ്ലവങ്ങളല്ല, എന്താ പറയുക, ചെറിയ സായുധ കലാപങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ മിഡിൽ ക്ലാസ് ആൾക്കാർ, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലിസം അതുപോലെ തന്നെ നാഷണൽ യൂണിഫിക്കേഷനാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ അവർ മുതലെടുക്കുന്നു. അവർ ജനങ്ങളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇവരുടെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. They took advantage of the growing popular unrest to push their demands for creation of a nation state on parliamentary principles, a constitution, ഫ്രീഡം ഓഫ് ദ പ്രസ് ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. സംഘം ചേരാനും വാർത്താമാധ്യമങ്ങൾക്കൊക്കെ ഫ്രീഡമുള്ള ഒരു ഭരണഘടനയുള്ള ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു നാഷണൽ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഇവരുടെ ഈ ലിബറൽസിൻ്റെ ആവശ്യം അവർ നിറവേറ്റുന്നത് അന്ന് അവിടെ നിലനിന്ന ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൂടി മുതലെടുത്തുകൊണ്ടായിരുന്നു. ആ ജനങ്ങളെ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇവരുടെ പിന്നിൽ അണിനിരത്തുന്നു. പുതിയൊരു രാജ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെ കൂടി ഇവരുടെ പിന്നാലെ ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജർമ്മനിയിൽ നടന്ന മെയിനായിട്ട് പ്രധാനപ്പെട്ടൊരു സംഭവത്തിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു പാരഗ്രാഫാണ് ഇത്. അതെന്താണെന്ന് നോക്കാം. In the German regions, a large number of political associations whose members were middle-class professionals, businessmen and prosperous artisans came together in the city of Frankfurt. അപ്പോൾ ജർമ്മനിയിലെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഏരിയയിലെ മിഡിൽ ക്ലാസ് പീപ്പിൾ, അപ്പോൾ ഈ മിഡിൽ ക്ലാസ്സിൽ ആരൊക്കെയാണ് വരുന്നത്? മെയിനായിട്ട് പ്രൊഫഷണൽസ് വരുന്നുണ്ട്, ബിസിനസ്മെൻ വരുന്നുണ്ട്, പിന്നെ പ്രോസ്പെറസ് ആർട്ടിസാൻസ്, വളരെ പൈസയും കാര്യങ്ങളൊക്കെയുള്ള ഈ കരകൗശല വിദഗ്ധരൊക്കെ അതിൽ വരുന്നുണ്ട് ഈ മിഡിൽ ക്ലാസ്സിൽ. അപ്പോൾ അവർ ജർമ്മനിയിലെ സിറ്റി ആയിട്ടുള്ള ഫ്രാങ്ക്ഫർട്ടിൽ ഒത്തുകൂടുകയാണ്. അവർ ഒരു ചെറിയ ഇലക്ഷനൊക്കെ അവിടെ നടത്തുന്നുണ്ട്, ഫ്രാങ്ക്ഫർട്ട്, ആൻഡ് ഡിസൈഡഡ് ടു വോട്ട് ഫോർ ആൻ ഓൾ ജർമ്മൻ നാഷണൽ അസംബ്ലി. ഇപ്പോൾ ജർമ്മനിയെ ഭരിക്കാനായിട്ട് ഒരു ഓൾ ജർമ്മൻ നാഷണൽ അസംബ്ലി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രാങ്ക്ഫർട്ടിലൊരു മീറ്റിംഗ് കൂടുകയാണ്. ഓൺ 18 May 1848, 831 elected representatives marched in a festive procession to take their places in the Frankfurt Parliament convened in the Church of St. Paul. അപ്പോൾ ഇവർ ഒരു ഇലക്ഷൻ നടത്തുന്നു ഓൾ ജർമ്മൻ നാഷണൽ അസംബ്ലിയിലേക്ക്. ആ ഡേറ്റ് 1848 May 18 അങ്ങനെ ഒരു ഇലക്ഷൻ നടത്തിയിട്ട് 831 ആൾക്കാരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുത്ത വ്യക്തികൾ ഒരു ഫെസ്റ്റിവലിൽ പോകുന്ന പോലെ മാർച്ച് ചെയ്തിട്ട് അവർ ഇവിടെ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് വിളിച്ച് ചേർത്തിട്ടുള്ളത് ചർച്ച് ഓഫ് സെയിൻറ്റ് പോളിലാണ് എന്നുള്ളവിടെ അവിടെ ഓർത്തിരിക്കുക. അവരെന്ത് ചെയ്യുന്നു, അവിടെ മീറ്റിങ്ങൊക്കെ കൂടിയിട്ടൊരു ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അവർ എഴുതി തയ്യാറാക്കുന്നു. ദേ ഡ്രാഫ്റ്റഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ജർമ്മൻ നാഷൻ ടു ബി ഹെഡഡ് ബൈ മൊണാർക്കി സബ്ജക്റ്റ് ടു എ പാർലമെൻറ്റ്. അപ്പം രാജാവ് അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ഒരു പരമാധികാരിയൊന്നും ആയിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഒരു പാർലമെൻറ്റിൻ്റെ കീഴിലായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിലെ സമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നു. വെൻ ദ ഡെപ്യൂട്ടീസ് ഓഫേർഡ് ദ ക്രൗൺ ഓൺ ദീസ് ടേംസ് ടു ഫ്രെഡറിക് വില്യം IV, King of Prussia, he rejected it and joined other monarchs to oppose the elected assembly. അപ്പോൾ ഇവർ ഈ ഡ്രാഫ്റ്റും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ വില്യം IV അടുത്തേക്ക് പോവാണ്. പ്രഷ്യയുടെ കിങ് ആയിരുന്നു. പ്രഷ്യയാണ് അന്നത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്റ്റേറ്റ് ജർമ്മനിയിൽ. അപ്പോൾ വില്യം IV ഇവരുടെ ഡിമാൻഡുകൾ ഈ ഭരണഘടനയുടെ കരട് രൂപം അയാൾ റിജക്റ്റ് ചെയ്യുക മാത്രമല്ല
ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മൊണാർക്സിൻ്റെ കൂടെ ഇയാൾ പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ജോയിൻഡ് അതർ മൊണാർക്സ് ടു ഒപ്പോസ് ദ ഇലക്റ്റഡ് അസംബ്ലി. While the opposition of the aristocracy and military became stronger, the social basis of parliament eroded. ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിൻ്റെ ഈ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്കെതിരെ അരിസ്റ്റോക്രസിയും അതുപോലെ തന്നെ മിലിറ്ററിയൊക്കെ സംഘം ചേർന്ന് ഇവരോട് എതിർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിലെ വ്യക്തികളുടെ അധികാരം എന്ത് ചെയ്യുന്നു, മെല്ലെ മെല്ലെ കുറയുന്നു. ഇറോഡഡ് പറഞ്ഞാൽ ക്ഷയിക്കുക എന്നൊക്കെയാണ് അർത്ഥം. The parliament was dominated by the middle classes who resisted the demands of the workers and artisans and consequently lost their support. കൂടാതെ ഈ ലിബറൽസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ നടന്ന വേറൊരു പ്രശ്നമായിരുന്നു, അവരുടെ ഇടയിൽ തന്നെയുള്ള ഈ ആർട്ടിസാൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയൊക്കെ ഡിമാൻഡുകൾ ഇവർ നിരാകരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഡിമാൻഡൊക്കെ നമ്മൾ പിന്നെ ശരിയാക്കി തരാം, ഇപ്പോൾ അതല്ല നമുക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ പെസൻസിനെയും വർക്കേഴ്സിനൊക്കെ ഇവർ അവോയ്ഡ് ചെയ്തപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന കുറച്ചുകൂടെ സപ്പോർട്ട് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇൻ ദ എൻഡ് ട്രൂപ്സ് വേർ കോൾഡ് ഇൻ ആൻഡ് ദ അസംബ്ലി വാസ് ഫോഴ്സ്ഡ് ടു ഡിസ്ബാൻഡ്. അവസാനം രാജാവിൻ്റെ ആർമി അവിടേക്ക് വരികയും ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിനെ ബലം പ്രയോഗിച്ച് അവിടെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്. ദ ഇഷ്യൂ ഓഫ് എക്സ്റ്റെൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു വുമൺ വാസ് കോൺട്രവേഴ്ഷ്യൽ വൺ വിത്തിൻ ദ ലിബറൽ മൂവ്മെൻറ്റ്. അപ്പം ഈ ഫ്രാൻസിലെ കാര്യം ഓർക്കാം, അവിടെ എല്ലാ പുരുഷന്മാർക്കും 21 വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശം കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. അപ്പം അതിനെ പറ്റിയിട്ടാണ് അടുത്ത പാരഗ്രാഫ് പറയുന്നത്. ദ ഇഷ്യൂ ഓഫ് എക്സ്റ്റെൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു വുമൺ വാസ് എ കോൺട്രവേഴ്ഷ്യൽ വൺ വിത്തിൻ ദ ലിബറൽ മൂവ്മെൻറ്റ്. കോൺട്രവേഴ്സി എന്നൊക്കെ പറഞ്ഞാൽ വിവാദം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ ലിബറൽസിൻ്റെ ഇടയിൽ തന്നെ 2 വിഭാഗങ്ങൾ രൂപപ്പെടുകയാണ്. ഒരു ടീം പറയുന്നു സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കണം, മറ്റു ടീം പറയുന്നു കൊടുക്കണ്ട. അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ 2 വിഭാഗങ്ങൾ അവിടെ ഉണ്ടായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് വുമൺ ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ആക്റ്റീവ്ലി ഓവർ ദ ഇയേഴ്സ്. അപ്പോൾ ഈ ലിബറൽസിന് വേണ്ടിയിട്ട് ഈ സ്ത്രീകളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പല പല പോരാട്ടങ്ങളിൽ ഇവർ പങ്കെടുക്കുന്നുണ്ട്, സമരങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി ഇവർക്ക് വോട്ടവകാശം അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. Women had formed their own political association, founded newspapers and taken part in political meetings and demonstrations. അപ്പോൾ സ്ത്രീകൾ ഇനി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നടക്കില്ല, അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അവർ സ്വന്തമായിട്ട് സ്ത്രീകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേഷനുകളും ന്യൂസ് പേപ്പറുകളൊക്കെ തുടക്കുന്നു. പിന്നെ പല പല പൊളിറ്റിക്കൽ മീറ്റിങ്ങുകളും ഡെമോൺസ്ട്രേഷനൊക്കെ അവർ അവിടെ ചെയ്യുന്നുണ്ട്. Despite this, they were denied suffrage rights during the election of the assembly. When the Frankfurt Parliament convened in the Church of St. Paul, women were admitted only as observers to stand in the visitors' gallery. അപ്പം അങ്ങനെയൊക്കെ സ്ത്രീകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിലേക്ക് നടന്ന ഇലക്ഷനിൽ ഒറ്റ സ്ത്രീക്ക് പോലും അവർ വോട്ടവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പുരുഷന്മാരായിരുന്നു അവിടെ വോട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് ചർച്ച് ഓഫ് സെൻറ്റ് പോളിൽ വിളിച്ചു ചേർത്തപ്പോൾ ഈ സ്ത്രീകളെ ഇവർ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഒബ്സർവർ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അവർക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അവസരം അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. Though conservative forces were able to suppress liberal movements in 1848, they could not restore the old order. അപ്പം നമ്മുടെ കൺസർവേറ്റീവ്സുകൾക്ക് ചെറിയൊരു വിജയം അവിടെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ലിബറൽസിൻ്റെ ഈ സമരങ്ങളൊക്കെ അവർക്ക് ഒരു വിധത്തിൽ അടിച്ച് ഒതുക്കാൻ വേണ്ടി സാധിച്ചുവെങ്കിലും പണ്ട് ഈ വിപ്ലവങ്ങൾക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ആ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു അവർക്ക് ഉണ്ടായത്. So monarchs were beginning to realize that the cycles of revolution and repression could only be ended by granting concession to the liberal nationalist revolutionaries. രാജാക്കന്മാർക്ക് ഒക്കെ ഒരു ബോധം അവിടെ വരികയാണ്. ഇതൊരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റവല്യൂഷൻ കഴിയുന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റവല്യൂഷൻ വരുന്നു. ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് ചെറിയ ചില കൺസെഷനൊക്കെ ഈ ലിബറൽസിന് കൊടുത്താൽ മാത്രമേ സാധിക്കൂ എന്നുള്ള അവിടുത്തെ ഭരണാധികാരികൾക്കുള്ളിൽ ഒരു ചിന്ത വരികയാണ്. ഹെൻസ് ഇൻ ദ ഇയേഴ്സ് ആഫ്റ്റർ 1848
The autocratic monarchies of Central and Eastern Europe began to introduce the changes that had already taken place in Western Europe. വെസ്റ്റേൺ യൂറോപ്പിൽ നമ്മുടെ ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഈ ഭാഗങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരുന്ന പല മാറ്റങ്ങളും ഈ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പിലെ ഭരണാധികാരികൾ അവിടേക്ക് മെല്ലെ 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 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ദസ് സർഫ്ഡം ആൻഡ് ബൗണ്ടഡ് ലേബർ വേർ അബോളിഷ്ഡ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ അടിമത്തം, സർഫ്ഡം, അതുപോലെ തന്നെ ബൗണ്ടഡ് ലേബർ, ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഭുവിൻ്റെ അടിമയായിരിക്കും അയാളുടെ മരണം വരെ. അത്തരത്തിലുള്ള ഈ ബൗണ്ടഡ് ലേബറും അതുപോലെ തന്നെ സർഫ്ഡം ഒക്കെ അവർ അവിടെ നിന്ന് അബോളിഷ് ചെയ്യുന്നു. ദ സർഫ്ഡം ആൻഡ് ബൗണ്ടഡ് ലേബർ വേർ അബോളിഷ്ഡ് ബോത്ത് ഇൻ ദ ഹാബ്സ്ബർഗ് ഡൊമീനിയൻസ് ആൻഡ് ഇൻ റഷ്യ. ഹാബ്സ്ബർഗ് നമുക്കറിയാം ഓസ്ട്രിയ ഹംഗറിയുടെയാണ്, അവിടുത്തെ ഒരു ഡൈനാസ്റ്റിയാണ് ഹാബ്സ്ബർഗ്. അവരുടെ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ റഷ്യയിലുമാണ് ഈ പറഞ്ഞ സർഫ്ഡവും ബോണ്ടഡ് ലേബറൊക്കെ അവർ ആദ്യമായിട്ട് റിമൂവ് ചെയ്യുന്നതും. ദ ഹാബ്സ്ബർഗ് റൂളേഴ്സ് ഗ്രാൻറ്റഡ് മോർ ഓട്ടോക്രസി ടു ദ ഹംഗേറിയൻസ് ഇൻ 1867. ഈ ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ ഈ ഹംഗേറിയൻസിന് കുറച്ചുകൂടിയും ഈ സ്വയംഭരണാവകാശങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് 1867. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഇവർ വിശ്വസിക്കുന്നത് പണ്ടത്തെ സിസ്റ്റത്തിലേക്ക് ഇനി നമ്മൾ തിരിച്ചു പോയാൽ വീണ്ടും റവല്യൂഷനുകൾ ഉണ്ടാവുകയും നമ്മുടെ നാടിൻ്റെ ശാന്തിയും സമാധാനമൊക്കെ തകർക്കപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ചില കൺസെഷനൊക്കെ ഈ റവല്യൂഷണറീസ് കൊടുക്കുക എന്ന് ഇവിടുത്തെ മൊണാർക്സ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ അവസാനം പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഓർക്കേണ്ട ഒരു 1-2 പേരുകളുണ്ട്, ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ഓർക്കേണ്ട പേരാണ് കാൾ വെൽക്കർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹം ഒരു ലിബറലാണ്, സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറയുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതി അത്ര ശരിയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാച്ചർ ഹാസ് ക്രിയേറ്റഡ് മെൻ ആൻഡ് വുമൺ ടു ക്യാരി ഔട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. സ്ത്രീകളെയും പുരുഷന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. സ്ത്രീകളെക്കാൾ എന്തുകൊണ്ടും മികച്ചത് പുരുഷന്മാരാണ്, പുരുഷന്മാർ സ്ട്രോങ് ആണ്, അത്തരത്തിലാണ് കാൾ വെൽക്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് ഒരു സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു മറ്റൊരു വ്യക്തിയാണ് ലൂയിസ് ഓട്ടോ പീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൂടെ അവിടെ ഓർത്തിരിക്കുക. അവരൊരു ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ അസോസിയേഷനൊക്കെ ഫോം ചെയ്യുന്നുണ്ട്, ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ അസോസിയേഷൻ. പിന്നെ ഒരു ന്യൂസ് പേപ്പർ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ ഈ കാൾ വെൽക്കർക്കെതിരെ വേണ്ടി പ്രവർത്തിച്ച ആളാണ് ലൂയിസ് ഓട്ടോ പീറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നൊരു വേർഡ് നമുക്കവിടെ കാണാം. ഈ ഫെമിനിസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ തുല്യ അവകാശങ്ങൾ വേണം എന്നൊക്കെ പറയുന്ന വ്യക്തികൾ നമുക്ക് ഫെമിനിസ്റ്റ് എന്ന് പറയാം. അത് പുരുഷനായിരിക്കാം, സ്ത്രീ ആയിരിക്കാം, ആരായാലും ഫെമിനിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഫെമിനിസ്റ്റ് അവെയർനെസ് ഓഫ് വുമൺസ് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ഓഫ് ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഓഫ് ദ ജെൻഡേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റോ ഡേറ്റും വർഷമൊക്കെ ഓർത്തിരിക്കുക. ഈ പിക്ചർ ഒന്ന് ഓർത്തിരിക്കുക. ഇത് ചർച്ച് ഓഫ് സെൻറ്റ് പോൾ ആണ്. ഇവിടെയാണ് നമ്മുടെ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് നടക്കുന്നതൊക്കെ. ഈ പിക്ചർ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയണം അത് എന്തിനെ കുറിച്ചുള്ള ചിത്രമാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ടോപ്പിക്സ് ഇനി നമുക്ക് ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.